ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോ ട്യൂട്ടോറിയൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മളുടെ ഡെയിലി ലൈഫിൽ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ ഒഫീഷ്യൽ ലൈഫിലും ഒരുപാട് യൂസുള്ള ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. സോ നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ഫ്രം ദ ബിഗിനർ ലെവൽ ടു അഡ്വാൻസ് ലെവൽ വരെയുള്ള എക്സലിൻ്റെ ടോപ്പിക്സാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ബേസിക് ഓപ്പറേഷൻസ്, ഇപ്പം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഈ 4 ഓപ്പറേഷൻസ് എക്സലിൽ ഫോർമുലാസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 3 കോളം ഉണ്ട്. നമ്പറിൻ്റെ 2 കോളം, പിന്നെ ടോട്ടലിൻ്റെ 1 കോളം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലിൻ്റെ കോളത്തിലാണ് നമ്മൾ ഫോർമുലാസ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അഡീഷൻ്റെ നേരെയുള്ള റോല് നമ്മളെങ്ങനെ ഫോർമുല കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ കീബോർഡിൽ ഈക്വൽ സൈന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെയുള്ള 2 സെല്ല് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന 2 നമ്പർ ഉള്ള സെല്ല് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ E5 ആണ് ഫസ്റ്റ് സെല്ല്. ഓക്കെ, E5 എന്ന് വെച്ചാൽ നമ്മളെ സെല്ലാണ് സെലക്ട് ചെയ്തത്. നമ്മൾ മുകളിൽ കാണുന്ന ABCDEFG എന്ന് പറഞ്ഞതാണ് നമ്മളെ കോളംസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന 1 2 3 4 5 6 ആണ് നമ്മളെ റോസ്. അപ്പം നമ്മൾ സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കോളം നമ്പറും അതുപോലെ തന്നെ കോളം ലെറ്ററും അതുപോലെ തന്നെ റോ നമ്പറും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സെല്ലിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ E5 ആണ്. ഓക്കെ, അപ്പോൾ E5 സെലക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കീബോർഡിൽ അഡീഷൻ സൈന് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, F5. ഓക്കെ, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്പറൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് 0 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇനി നമ്പറൊന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ നമ്മളിവിടെ 10 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 10 വരും. ഇവിടെ 5 കൊടുക്കുകയാണെങ്കിൽ 15. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ ഫോർമുലാസ് വൺസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 8 കൊടുക്കുകയാണെങ്കിൽ 18 വരും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോട്ടലിൻ്റെ അടുത്ത സെല്ല്, അതിൽ സബ്ട്രാക്ഷനാണ് നമ്മളെ ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഈക്വൽ കൊടുക്കുക. ഈക്വൽ കൊടുത്തിട്ട് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നമ്പറിൻ്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൈനസ്, നമ്മൾ കീബോർഡിൽ മൈനസ് ഓപ്പറേഷൻ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തതുപോലെ തന്നെ 2 നമ്പേഴ്സ് കൊടുത്ത് നോക്കുക, റിസൾട്ട് എന്താണ് വരുന്നത് നോക്കുക. ഓക്കെ, 10 8. ഓക്കെ, അപ്പോൾ നമുക്കതും അതുപോലെ റിസൾട്ട് വരും, ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് വരുന്നതാണ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈക്വൽ സൈൻ ഇടുക. ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. നമ്മൾ കീബോർഡിൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ സൈന് കൊടുക്കുക. നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതുപോലെ ഡിവിഷനും സെയിം, ഈക്വൽ സൈൻ ഇടുക. നമ്മൾ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, ഡിവിഷൻ സിമ്പൽ കൊടുക്കുക. നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വാല്യൂസ് കൊടുത്ത് നോക്കുക. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റോല് നമ്മൾ 2 3 കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 × 3 6 വന്നു. ഇനി ഡിവിഷൻ്റെത് 500 / 10. ഓക്കെ, 50. അപ്പം ഇങ്ങനെയാണ്. ഇപ്പം 5 കൊടുക്കുകയാണെങ്കിൽ 100. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സലിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനൊക്കെ ഡിവിഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി ആണ് എടുത്തത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കോളത്തിൽ മെറ്റീരിയലാണ്.
ഓക്കെ, അത് നമ്മൾ ആപ്പിൾ, ഗ്രേപ്പ്, ലെമൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കോളം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ യൂണിറ്റ് പ്രൈസാണ്. ഓക്കെ, അടുത്തതാണ് നമ്മളെ ടോട്ടൽ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ സാധനത്തിൻ്റെയും ടോട്ടലും അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടലും എങ്ങനെയാണ് നമ്മൾക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെല്ലിൽ, ആപ്പിളിൻ്റെ ഫസ്റ്റ് സെല്ലിൽ നമ്മൾ ഈ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഈക്വൽ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആപ്പിളിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഇതിൻ്റെ പ്രൈസാണ്. ഓക്കെ, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രേപ്പിനും സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാൽ ഇവിടെ സെയിം ഫോർമുല തന്നെ ആയിരിക്കും അപ്ലൈ ആവുക. ഓക്കെ, ഇനി നമുക്ക് ക്വാണ്ടിറ്റിയും പ്രൈസും ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആപ്പിൾ 2 kg ആണെന്ന് വിചാരിക്കുക. ക്വാണ്ടിറ്റി 2 കൊടുത്തു. അതുപോലെ പ്രൈസ് ഞാൻ ഒരു 40 കൊടുത്തു. യൂണിറ്റ് പ്രൈസ് പെർ kgക്ക് 40 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 80 കിട്ടി. അതുപോലെ ഗ്രേപ്പ് 3 കൊടുത്തു, 30 കൊടുത്തു. നെക്സ്റ്റ് ലെമൺ 5 കൊടുത്തു, 20 കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കാണാം. ഗ്രാൻഡ് ടോട്ടൽ കാണാൻ വേണ്ടി നമുക്കിതിൻ്റെ ടോട്ടൽ സമ്മ് ചെയ്താൽ മതി. അതിന് ഒന്നുകിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈക്വൽ എടുത്തിട്ട് ഓരോ സെല്ലും പ്ലസ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഹോം ടാബിൽ ഇവിടെ ഓട്ടോ സം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല ഇവിടെ അപ്ലൈ ആവും. ഓക്കെ, എൻ്റർ കൊടുക്കുക. സെയിം അതുപോലെ തന്നെ നെക്സ്റ്റ് സെല്ലിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടോട്ടൽ ബിൽ. ഓക്കെ, 270 ആണ് നമ്മളെ ടോട്ടൽ ബില്ല് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലാസ് എക്സൽ യൂസ് ചെയ്യുന്നത്.